നീ എന്താ മോളെ കരുതിയത്? എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന്. ഇന്ന് നീ പോയത് തന്നെ. ഒന്നല്ല രണ്ടല്ല പല പ്രാവശ്യം എന്നെ പറ്റിച്ച് മുങ്ങിക്കളഞ്ഞവളാ നീ. സത്യം പറയടി, നീയും ആ ഗാഥയും കൂടെ വേഷം കെട്ടി കളരിക്കൽ തറവാട്ടിലുള്ളവരെ പല തവണ പറ്റിക്കായിരുന്നില്ലേ? ഏത് തറവാട്? എന്ത് വേഷം കെട്ട്? എനിക്കൊന്നും അറിഞ്ഞൂടാ. അതൊക്കെ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം. ആൾമാറാട്ടത്തിന്റെ കേസ് എന്താണെന്ന് അറിയാമോ? അതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ നിനക്ക്? ഇന്ന് നിന്നെ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. അവിടെ കൊണ്ട് ചെന്നിരുത്തി നീയും ഗാഥയും കൂടി അവിടെ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്ന് തത്തയെ കൊണ്ട് പറയിപ്പിക്കുന്നത് പോലെ നിന്നെ ഞാൻ പറയിപ്പിക്കും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ ആരാ? എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? ഇനി എന്റെ മുമ്പിൽ വേഷം കെട്ടിയാലുണ്ടല്ലോ അടിച്ച് ഞാൻ. അതെ, നിങ്ങൾ മര്യാദയ്ക്ക് മാറുന്നുണ്ടോ? അല്ലെങ്കിലേ ഞാൻ ആൾക്കാരെ വിളിച്ചുകൂട്ട്. നീ ആൾക്കാരെ വിളിച്ചുകൂട്ട്. കുറെ ആൾക്കാർ വന്നിട്ട് വേണം നീ ആരാണെന്നും യാഥാർത്ഥ്യം എന്താണെന്നും എനിക്ക് നാട്ടുകാരോട് വിളിച്ചു പറയാൻ. ആൾക്കാർ വരട്ടെ. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. ഇത്രയും കാലം ഞാൻ പറഞ്ഞപ്പോ തെളിവ് എവിടെ എന്ന് എല്ലാരും ചോദിച്ചു. പക്ഷെ മുത്തശ്ശി, ഞാൻ മാത്രല്ലല്ലോ ബെഡ്റൂമില് നവീനും പാമ്പിനെ കണ്ടതല്ലേ? ഒരു തോന്നലുണ്ടാവുമ്പോ രണ്ടുപേർക്കും ഒന്നിച്ചുണ്ടായിക്കൂടുന്നില്ല. മുത്തശ്ശി എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഞാൻ ഇവിടെ കണ്ട കാര്യല്ലേ പറയുന്നേ. അല്ലാതെ അങ്ങനെ ഒരു കളവ് പറഞ്ഞ് കളരിക്കലെ നാഗശാപം മാറിയിട്ടില്ലെന്ന് പറഞ്ഞാ എനിക്ക് എന്താ അതില് നേട്ടം? നേട്ടത്തിന്റെയും കോട്ടത്തിന്റെയും കണക്കൊന്നും അല്ല കുട്ടി. കുട്ടിയുടെ മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതാ പറ്റിപ്പോകുന്നേ. എന്ത് മാറ്റം? ഈ നാഗങ്ങളോടുള്ള പേടി തന്നെ. മോളൊരു കാര്യം ചെയ്യും, വരുന്നത് വരട്ടെന്ന് കരുതി ധൈര്യമായിട്ടങ്ങ് നിക്ക്. വരുന്നത് വരട്ടെയെന്നോ? എന്നുവെച്ചാ പാമ്പിന്റെ കടിയേറ്റ് ഞാൻ മരിക്കുവാണെങ്കിൽ അങ്ങ് മരിച്ചോട്ടെ എന്ന് അല്ലേ? അപ്പൊ പിന്നെ കാര്യം എളുപ്പമായല്ലോ നവീന് മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ. അങ്ങനെയല്ലേ കളരിക്കൽ കുടുംബത്തിന്റെ പാരമ്പര്യം? അങ്ങനെ വന്നവരല്ലേ ഇവിടെ ജീവിച്ചിരിക്കുന്നവരൊക്കെ. മോളെ, നിന്റെ നാവിന്നാണോ ഞാനിതൊക്കെ കേട്ടത്? എന്റെ കാതുമോള് ഇങ്ങനെയൊക്കെ സംസാരിക്കുവോ? മോളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. സോറി മുത്തശ്ശി, എന്റെ മനസ്സേ എന്റെ കയ്യിലൊന്നുമല്ല. ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് പോലും എനിക്കിപ്പം മനസ്സിലാവുന്നില്ല. ആ നാഗത്തെ കണ്ട മുതല് എനിക്കുണ്ടായിരുന്ന എല്ലാ ധൈര്യവും പോയി മുത്തശ്ശി. മുത്തശ്ശി, ഞാനിങ്ങനെ പറയുന്നതും പ്രതികരിക്കുന്നതൊക്കെ എല്ലാവർക്കും വെറുപ്പാണെങ്കിൽ എന്നെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്ക്. എങ്ങോട്ട് പറഞ്ഞു വിടാനാ നിന്നെ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മുത്തശ്ശി? എനിക്ക് പേടി മാറുന്നില്ല. എനിക്ക് എല്ലാവരുടെ അടുത്ത് ധൈര്യമായിട്ടൊന്നും വന്നിരിക്കാൻ കൂടെ പറ്റുന്നില്ല. എനിക്ക് പഴയതുപോലെ ആവാനും പറ്റുന്നില്ല. എന്ത് സോറി? എവിടെയോ ചെന്നൊരു പെണ്ണിനെ കയറി പിടിച്ചിട്ടല്ലേ തന്നെ ആൾക്കാർ തല്ലി ചതച്ച് വിട്ടിട്ടേക്കുന്നേ. ഇനി എന്റെ കയ്യിൽ നിന്ന് കൂടെ വേണം. അയ്യോ സിസ്റ്റർ എന്നെ തെറ്റിദ്ധരിച്ചതാ. സത്യത്തിലേ എന്നെ തല്ലിയവന്മാരെ മണ്ടന്മാരാ, മഹാമണ്ടന്മാരാ. നല്ലോണം കിട്ടിയിട്ട് ആൾക്കാരെ മണ്ടന്മാരെന്ന് വിളിച്ചാ മതി. എന്റെ സിസ്റ്ററെ, നിങ്ങൾക്ക് സത്യം അറിഞ്ഞൂടാ. എന്തൊക്കെ ഗൂഢാലോചനയും എന്തൊക്കെ ആൾമാറാട്ടമാണ് ആ കളരിക്കൽ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആൾമാറാട്ടോ? അതെ അതെ, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതൊരു ഗാഥ, ഇത് വേറൊരു ഗാഥ. ഒരു ഗാഥ നവീന്റെ ഭാര്യ, വേറൊരു ഗാഥ നവീന്റെ ഭാര്യയല്ല. എന്നാൽ ഭാര്യ അല്ലാത്ത ഗാഥ ഇടയ്ക്കിടയ്ക്ക് ഭാര്യയാവും. ഭാര്യയായ ഗാഥ ഇടയ്ക്കിടയ്ക്ക് ഭാര്യ അല്ലാതാവും. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഈ രണ്ടുപേരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്കതിന് കൂടുതൽ തെളിവ് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഞാനത് കളരിക്കൽ കൊണ്ടുപോയി രണ്ട് ഗാഥമാരെയും ഒരുമിച്ച് കാണിക്കാം. എന്നിട്ട് ആ രണ്ട് ഗാഥമാരെയും ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പേഴ്സണലായിട്ട് കാണിക്കാം. അതെന്തിന്? നിങ്ങൾക്ക് വിശ്വാസമാവണ്ടേ? ഇപ്പൊ മനസ്സിലായില്ലേ എന്നെ തല്ലി ഒരു മണ്ടന്മാരാണെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന്? മനസ്സിലായില്ലേ? തല്ല് കിട്ടിയപ്പോ സ്ക്രൂ പോയെന്നാ തോന്നേ. മിക്കവാറും തല സ്കാൻ ചെയ്യേണ്ടി വരും.
സിസ്റ്ററെ ഒരുമാതിരി തോന്നേശം പറയരുത്. നേരായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലേ അത് നിങ്ങളുടെ വിവരക്കേട് കൊണ്ടാ. അല്ലാതെ എന്നെ നിങ്ങൾ ഇനി പുതിയ ചികിത്സയൊന്നും നടത്തണ്ട. അല്ല പിന്നെ ഈ ഉള്ള മുറിവിനെ എന്തെങ്കിലും മരുന്ന് വെച്ചത് ഞാനങ്ങ് പോയിക്കോളാം. ഒരു വിവരമില്ലാത്തവര് ഇങ്ങോട്ടുണ്ടോ അടങ്ങി ഇരുന്നില്ലെങ്കിലേ ഇവിടുന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്കായിരിക്കും തന്നെ നേരെ കൊണ്ടുപോകുന്നേ. കേട്ടോ എന്തൊരു കഷ്ടമാണ്. ഒരു നാട് മുഴുവൻ പൊട്ടന്മാരാ. കുറെ ആൾക്കാർക്ക് ചായക്കടയിൽ ജോലി, കുറെ ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ ജോലി. അല്ലാതെ എന്താ വ്യത്യാസം? വായ അടച്ചിരിക്കടൂ, ഇല്ലെങ്കിൽ അത് ഞാൻ തുന്നി കിട്ടും. ഓഹോ, സിസ്റ്റർ സീരിയസ് ആയിട്ടാ? അതെ, വേണ്ടി വന്നാലേ അതും ചെയ്യും. അവൻ പറഞ്ഞ ആര് വിശ്വസിക്കാനാ മോളെ? അവനൊരു വിടുവായനല്ലേ. ആ, ഇതിനു മുമ്പ് പറഞ്ഞ മണ്ടത്തരം പോലെ ഇതും അവരങ്ങനെ കരുതിക്കോളും. അങ്ങനൊന്നും അല്ല ഗോപാലമ്മ. അയാളെ എന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതും അയാളെ കൂടെ നിന്നുള്ള സെൽഫി. അത് കൊണ്ടുപോയി കാണിച്ച അയാൾക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ തെളിവാ അത്. മോളിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി ഞാനും അമ്മയും കൊച്ചിയിൽ നിൽക്കുന്നത് ശരിയല്ല. എത്ര ഒളിച്ച് നടന്നാലും എന്തെങ്കിലും ഒരിക്കലേ പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെട്ടാലേ ഗാഥയ്ക്ക് വേണ്ടിയും സിത്താര മേഡത്തിന് വേണ്ടിയും ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു ബലവും ഇല്ലാതായി പോവും. അതൊന്നും വേണ്ട ഗോപാലമാമ. ഞാനേ അമ്മയും കൂട്ടി വേറെ എവിടേക്കെങ്കിലും പോയിക്കോളാം. ഇനി അത് മാറി ചിന്തിക്കാൻ പറ്റില്ല. അല്ല, ഈ കളരിക്കക്കാര് കൊച്ചിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, പുറത്തെങ്ങും പോവില്ലേ? മോള് വേറെ എവിടെങ്കിലും ചെന്ന് നിന്നാ ഈ സംശയമുള്ള ആളുകൾ അവിടെ വന്നാലോ? അപ്പോ അവിടുന്ന് ഓടാൻ തുടങ്ങണ്ടേ?